ഓസ്ട്രേലിയയിൽ നമ്മൾ പാർക്കുകളിലൊക്കെ പോകുമ്പോഴേ ചില പാർക്കുകളിൽ നമുക്ക് കാങ്കരൂസിനെ ഫീഡ് ചെയ്യാനുള്ള അവസരമുണ്ട്. അതെന്നുണ്ടെങ്കിൽ എൻട്രി ടിക്കറ്റ് ഒക്കെ എടുത്ത് അകത്തേക്ക് ഇറങ്ങിയുമ്പോൾ നമുക്ക് കാങ്കരൂസിന് കൊടുക്കാനുള്ള ഫുഡ് തരും. അത് നമ്മൾ കയ്യിലിങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാങ്കരൂസ് വന്ന് കഴിച്ചോളും. നമ്മളൊന്നും ചെയ്യൊന്നുമില്ല കേട്ടോ. അതല്ലാതെ ഓപ്പൺ പാർക്കുകളുണ്ട്, അവിടെ പോലെ നമുക്ക് കാങ്കരൂസിനെ കാണാം. ആ കാങ്കരൂസ് വൈൽഡ് കാങ്കരൂസാണ്. അതുകൊണ്ട് അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ചിലതുങ്ങൾ നല്ല സ്പീഡിൽ ഓടിപ്പോവും. ചിലതുങ്ങളാണെങ്കിൽ ശരിക്കും നമ്മളെ ആക്രമിക്കാൻ പറ്റുന്ന പോലെ നിൽക്കും. ഇതാ ഒരു അവസ്ഥയായിരുന്നു രണ്ടാമത്തെ ടെസ്റ്റിൽ ഈ ബംഗ്ലാദേശും ഓസ്ട്രേലിയയും തമ്മിൽ ടെസ്റ്റ് നടന്നത്. ഓസ്ട്രേലിയ എന്തുട്ടാ കാണിച്ചു കൂട്ടിയേ. ഒരു ഇന്നിങ്സിനും 51 റൺസിനും ടെസ്റ്റ് ജയിച്ചു. അത് വെറും 1.5 ദിവസം കൊണ്ട് ടെസ്റ്റ് തീർന്നു. സീരീസ് 1-1 സമനിലയായി. കളിയിലേക്ക് വരാണെങ്കിൽ ഫസ്റ്റ് ഇന്നിങ്സിൽ ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് 64 റൺസിന് ഓൾ ഔട്ട്. അത് കഴിഞ്ഞ് ഓസ്ട്രേലിയ ആണെങ്കിലോ ഫസ്റ്റ് ഇന്നിങ്സ് 210 റൺസ് എടുത്തു. 146 റൺസിൻ്റെ ലീഡ് ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടാം ഇന്നിങ്സിൽ ബാറ്റിങ്ങിന് ഇറങ്ങിയ ബംഗ്ലാദേശ് ഇന്ന് 95 റൺസിന് വീണ്ടും ഔട്ടായി. അങ്ങനെ കളി തീർന്നു. ആദ്യത്തെ ഒരു ടെസ്റ്റിൽ ബംഗ്ലാദേശ് 9 വിക്കറ്റിന് ജയിച്ചു. അത് ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര നാണക്കേടും ഭയങ്കര ഷോക്കും ആയിരുന്നു. അതിനൊരു പ്രതികാരം ചെയ്യേണ്ട രീതിയിലായിരുന്നു ഈ രണ്ടാമത്തെ ടെസ്റ്റ് നടന്നത്. കങ്കാരുക്കളില്ലേ കടുവകളെ ചാമ്പലായി കളഞ്ഞു. അങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ എന്തുട്ട് ബോളിംഗ് ആയിരുന്നേ. മിച്ചൽ സ്റ്റാർക്ക് ഫസ്റ്റ് ഇന്നിങ്സിൽ 6 വിക്കറ്റ്, സെക്കൻഡ് ഇന്നിങ്സിൽ 4 വിക്കറ്റ്. പാറ്റ് കമ്മിൻസ് ആണെങ്കിലോ ഹേസൽവുഡ് ബോളിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ തീയുണ്ട വന്ന് വീണ പോലെ ബോൾ വന്നുകൊണ്ടിരുന്നത്. ബംഗ്ലാദേശിന് ഒന്നും മനസ്സിലായില്ല. ഒക്കെ ഒരു പുക പോലെ ഇരുന്നു. ബാറ്റ് പിടിക്കുക, ഔട്ടാവുക, കയറിപ്പോവാ, ഇതേനെ പരിപാടി. അവരുടെ ബംഗ്ലാദേശിൻ്റെ ക്യാപ്റ്റൻ മാത്രം കണ്ട ക്യാപ്റ്റൻ മാത്രം വന്നു 2 അക്കം കണ്ടേ. ബാക്കി ആർക്കും അന്ന് കാണേണ്ട ഒന്നില്ല. അതിന് മുമ്പ് തന്നെ പവലിയനിലെത്തി. കളിയുടെ ഹൈലൈറ്റ്സ് കണ്ടിട്ടുണ്ടെങ്കിലേ 2020 കാണുന്ന അവസ്ഥയായിരുന്നു. ആ ലെവലിലായിരുന്നു കളി പോയേ. എന്തായാലും സംഭവം സെറ്റായിരുന്നു. ഇനി നമ്മുടെ ഇന്ത്യയുടെ കളി നടക്കുന്നുണ്ട്. അതിൻ്റെ അപ്ഡേറ്റുമായിട്ട് അടുത്ത വീഡിയോ കാണാം കേട്ടോ. താങ്ക് യു.